അപ്പോൾ ഇന്നലെ ഒരു AI വീഡിയോ കണ്ടു. അതിൽ പിണറായി വിജയനും KK ശൈലജയും അടക്കമുള്ള ആൾക്കാരെല്ലാവരും ഇരിക്കുമ്പോൾ പിണറായി വിജയൻ പറയുന്നു, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കും, ജയിച്ചാൽ എൻ്റെ മരുമകൻ മുഹമ്മദ് റിയാസാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അപ്പോൾ മണ്ണും ചാരിയുന്നവൻ കൊണ്ടുപോയി എന്നൊക്കെ ഉള്ള AI വീഡിയോ ആണ്. വളരെ യാഥാർത്ഥ്യമെന്ന് തോന്നുന്ന തരത്തിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. അത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഞെട്ടൽ തോന്നും. ഇതെന്താണ് ഈ ചെയ്യുന്നത്? മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ മരുമകൻ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗം മുസ്ലിം മുഖ്യമന്ത്രിയാകുമെന്ന ഭീതി പരത്തുകയാണ്. ഇവരുടെ ഓപ്പോസിറ്റുള്ള ഏതോ ടീമാണ് ഇത് ചെയ്യുന്നത്. ഇതൊക്കെ അന്യായമാണല്ലോ എന്ന് നമുക്ക് കാണുമ്പോൾ തോന്നും. പക്ഷേ അത് അന്യായമാണെന്ന് പറയാനുള്ള ധാർമ്മിക പരിസരം ഇപ്പോൾ CPM-നുണ്ടോ? CPM എന്താണോ ചെയ്യുന്നത്, ഈ മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള കളിയാണ് കളിക്കുന്നതെന്ന് പറയരുത് എന്ന് പറയാനുള്ള ധാർമ്മികമായ പരിസരത്തല്ല CPM നിൽക്കുന്നത്. CPM അതിൻ്റെ മാക്സിമത്തിൽ ആ കളി അങ്ങോട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. CPM അത് ഡിസേർവ് ചെയ്യാണ്, അല്ലേ? അപ്പോൾ എനിക്ക് CPM ചില പ്രൊഫൈലുകളിലൊക്കെ ഇത് ഈ വൃത്തികേട് കാണിക്കുന്നു, മോശം സംഗതിയാണ് എന്നൊക്കെയുള്ള കമൻറ്റുകളും പോസ്റ്റുകളും കാണുന്നു ഈ വീഡിയോയും ഒക്കെ വെച്ചിട്ട്. പക്ഷേ അവർ ആ പണിയെടുത്തു. ഇടതുപക്ഷ രാഷ്ട്രീയവും മതനിരപേക്ഷ രാഷ്ട്രീയവും സംസാരിക്കുന്ന ഒരു പാർട്ടിയോട് റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനാണോ ശ്രമിക്കുന്നതെന്ന് ചോദ്യം ചോദിക്കുന്നതിൽ പ്രശ്നമുണ്ട്. അവർ സെയിം കളിയാണ് കളിക്കുന്നതെങ്കിൽ പിന്നെ ഈ ചോദ്യത്തിന് അല്ലെങ്കിൽ ഈ വിമർശനത്തിന് ഈ ചമ്മലിന് വല്ല കഥയുണ്ടോ? അതുകൊണ്ട് CPM എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കറിയില്ല, ആരാണ് അവരെ ഉപദേശിക്കുന്നത് എനിക്കറിയില്ല. എന്തായാലും നിരന്തരമായി തോറ്റുപോകപ്പെടുന്ന ഒന്ന് ആളുകൾക്ക് ഇത് മനസ്സിലായി. ആളുകൾ ഇതിൽ സാധാരണ നിലയ്ക്കുള്ള വിശ്വാസികൾ പോലെ ആൾക്കാർ പോലും അല്ലെങ്കിൽ ഹിന്ദു സമുദായത്തിനകത്തുള്ള ആളുകൾക്ക് പോലും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ഇത് CPM-ൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. ആ സ്ട്രാറ്റജി പലതിനെയും മറികടക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ഒന്നാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാ കൗണ്ടർ വോട്ടുകളും അല്ലെങ്കിൽ ആളുകൾക്ക് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകളും UDF-ന് കിട്ടുന്നത്. അല്ലാതെ ആരും BJP-ക്ക് പോലും ചെയ്തില്ല. സോ എന്താണ് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതുകൊണ്ട് അതെനിക്ക് ഒരു പക്ഷേ അവസാനം ഒരു ഒരു മതിഭ്രമം വന്ന് ദിശ തെറ്റി ഓടിക്കൊണ്ടിരിക്കുന്ന ഒന്ന്, കണ്ണി കണ്ടതൊക്കെ എടുത്തെറിയുന്ന ആൾക്കാരെ കണ്ടില്ലേ, അതുപോലെ എന്തോ സംഭവിക്കുകയാണെന്ന് തോന്നുന്നു ഇത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഇന്നിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറയുന്നു ഇത് CPIM എന്ന് പറയുന്ന പാർട്ടിക്ക് ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചല്ല. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. CPIM എന്ന് പറയുന്ന പാർട്ടിയും ലെഫ്റ്റ് രാഷ്ട്രീയവും കേരളം ആഗ്രഹിക്കുന്ന ഒന്നാണ്, ഇനിയും ദീർഘകാലം ഉണ്ടാവണം. അത് കേരളത്തിൻ്റെ ഒരു സവിശേഷമായ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ലെഫ്റ്റിൻ്റെ, അല്ലേ? ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പോലും കുറച്ച് ലെഫ്റ്റാണ് നമ്മളെയും, കാരണം ആ ലെഫ്റ്റ് കാഴ്ചപ്പാട് നമുക്കുണ്ട്. അതില്ലാതായി പോകുന്നതിനെ ആരും ആഗ്രഹിക്കത്തില്ല. പക്ഷേ ഇത് ലെഫ്റ്റ് കൂടെ ഇല്ലാതാവും, അതിൻ്റെ കൂടെ കേരളം കാത്തു സൂക്ഷിച്ച് വന്നിരുന്ന അതിൻ്റെ ഒരു സ്ട്രക്ചറുണ്ട്, അതിനെയും കൂടി അപകടപ്പെടുത്തുകയാണ്. അപ്പം എങ്ങനെയും ഒരു മൂന്നാം ഭരണം, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് വേറെ എവിടെയും ഭരണമില്ല, കേരളത്തിൽ മാത്രമേ ഉള്ളൂ, അത് നിലനിർത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് അതാണ് എല്ലാവരും പറയുന്നത്. അത് നിലനിർത്താൻ വേണ്ടി നമുക്ക് ഏത് കളിയും കളിച്ചാലും നിന്നേ പറ്റൂ, അല്ലെങ്കിൽ നമ്മളെങ്ങനെ സർവൈവ് ചെയ്യും, നമ്മളെങ്ങനെ ഡൽഹിയിലെ AK സെൻറ്ററിൽ കറണ്ട് ബില്ല് അടയ്ക്കും എന്നൊക്കെ പറയുന്ന ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനെ എന്തിനാണ് ലെഫ്റ്റ് സർവൈവ് ചെയ്യുന്നത്?